കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? അത്തറിൻ്റെ മണവും കുറേ മണലും ലക്ഷറി കാറും ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ എക്സ്പെക്റ്റേഷൻ. പക്ഷെ UAE എന്നെ കുറേ കാര്യങ്ങൾ കാണിച്ചു. ഞാൻ കുട്ടിക്കൊന്നും എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ ചുമ്മാ ആകാശത്തേക്ക് നോക്കിയാൽ നേരിട്ട് ആകാശം കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വേണം ആകാശം കാണാൻ. അത്രയ്ക്കില്ല, കുറച്ചേ ഓവറാക്കിയതാ. ഇവരുടെ സിറ്റിയുടെ എസ്തെറ്റിക്സ് തന്നെ അടിപൊളിയാണ്. അൺനെസസറി ഫ്ലെക്സ് ബോർഡുകളില്ല, ബാനറുകളില്ല, കുറേ പരസ്യങ്ങളില്ല. പരസ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആവശ്യത്തിന്. ചറ മതിൽ ഒട്ടിക്കുന്ന പരിപാടിയില്ല. പിള്ളേരുടെ ഒരു ഫാഷൻ. ഞങ്ങൾ വൈകിട്ട് നടക്കാൻ ഇറങ്ങുമായിരുന്നു. ഈ നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ദൂരെ ഒരു ബിൽഡിംഗ് മാർക്ക് ചെയ്യും. എന്നിട്ട് ഓക്കെ അവിടം വരെ നടന്നിട്ട് വരാമെന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ നിന്ന സ്ഥലങ്ങൾ മിക്കവാറും ജോഗ്രഫിക്കലി ഫ്ലാറ്റ് ആയിരുന്നു. നമ്മളെ നാട്ടിലെ പോലെ കയറ്റവും ഇറക്കവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദൂരം വളരെ കൂടുതലായിരുന്നു. ബ്രെയിനത് മനസ്സിലാവുന്നില്ല, ഓക്കെ ഇത് ഭയങ്കര ദൂരെയായിരുന്നു. ഈ വ്ളോഗ് ഒരു സിനിമയായിരുന്നെങ്കിൽ രണ്ടുപേർക്ക് ആദ്യം തന്നെ കടപ്പാട് എഴുതി കാണിച്ചാണ്. മാളുവിൻ്റെ ചിറ്റപ്പനും കുഞ്ഞമ്മയ്ക്കും. സാധാരണ നമ്മൾ പുതിയ സ്ഥലത്തെത്തിയാൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. എങ്ങനെ റീചാർജ് ചെയ്യണം, ഏത് സിം ഉപയോഗിക്കണം, അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഓക്കെ, ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഗ്ലോബൽ വില്ലേജ് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. ടയേർഡായി. 4.7 കിലോമീറ്റർ ആണ് നടന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് പരിപാടിയാണ്. ഒട്ടും ഫണ്ണില്ല. ചില സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കും. അപ്പോൾ ഇതേപോലത്തെ മോട്ടിവേഷൻ വരും. അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറക്കും, യൂട്ടേൺ അടിക്കും. Your dreams align. Sign me up and tell me about the people that you know who are trying to feel alive. Life can get hard, so honey, if you need to cry, just come share my pillow and rain, rain, go away. ബുർജ് ഖലീഫയുടെ ടോപ്പിൽ പോവാണ്. നമ്മൾ ഈ പാസ് എടുത്തു കഴിഞ്ഞാൽ 125th ഇത്ര ഫ്ലോറിൽ പോകാൻ പറ്റും.
ഞാൻ ഇത്രയും കാലം കയറിയ ലിഫ്റ്റുകളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ലിഫ്റ്റ് ഇതായിരുന്നു. 124th ഫ്ലോർ വരെ എത്തിയത് എത്ര സമയമെന്ന് ഓർമ്മയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ തള്ളാവും, പക്ഷേ സ്റ്റിൽ ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഫാസ്റ്റ് മാത്രമല്ല, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. സ്റ്റാൻഡേർഡ് ടിക്കറ്റിൽ നമുക്ക് 124th ഫ്ലോറിൽ വരെ പോകാൻ പറ്റുള്ളൂ. 124th ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങി 125th ഫ്ലോറിലോട്ട് നമുക്ക് നടന്നു കയറാം. അതാണ് സ്റ്റാൻഡേർഡ് ടിക്കറ്റിൻ്റെ മാക്സിമം. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് പ്രീമിയം ടിക്കറ്റ്സ് ഒക്കെയാണ്. അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചിട്ടേ ഇല്ല. ഏറ്റവും ടോപ്പ് ഫ്ലോർ പബ്ലിക്കിന് അവൈലബിളും അല്ല. ഞങ്ങൾ ദുബായ് പോയത് 2025 മെയ്യിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തീരുമ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞു. ഈ 6 മാസം കഴിഞ്ഞിട്ടും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ മെമ്മറി കാർഡ് ഫ്രീ ആക്കണമായിരുന്നു. UAE വരെ പോയിട്ട് മനസ്സിൽ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം കണ്ടു. പക്ഷെ ഒരു കാര്യം മാത്രം കണ്ടില്ല. എന്താ? മരുഭൂമി കണ്ടില്ല. അപ്പോൾ മരുഭൂമി കാണും വരേക്കും വണക്കം.